ഞാൻ നാരായണൻ വി.കെ. പ്രിയപ്പെട്ട കൂട്ടുകാരി, കവികൾ കൃതികൾ എന്ന ഈ പംക്തിയിൽ ആധുനിക കവിത്രയത്തിലെ പണ്ഡിതവരേണ്യനും മഹാകവിയുമായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ജീവിതയാത്രയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മലയാള ഭാഷയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത മഹാകവിയാണ് ഉള്ളൂർ. അരനൂറ്റാണ്ടിലധികം മലയാള സാഹിത്യ നഭോമണ്ഡലത്തിൽ ഒരു ശുക്രനക്ഷത്രമായി അദ്ദേഹം പ്രഭ ചൊരിഞ്ഞു. കവിതാരചന, ഭാഷാ ഗവേഷണം, ഉപന്യാസരചന, ഗ്രന്ഥനിരൂപണം തുടങ്ങി വിവിധ മേഖലകളിൽ മലയാള ഭാഷയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ ധിഷണാശാലിയാണ് അദ്ദേഹം. ഉള്ളൂരിൻ്റെ സാഹിത്യ സബരിയിലെ പ്രധാനമായ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി, ഉള്ളൂരിൻ്റെ സാഹിത്യരചനയിലെ മഹത്വങ്ങൾ മനസ്സിലാക്കി ആസ്വാദകവൃന്ദം ഉജ്ജ്വല ശബ്ദാഢ്യനെന്നും ഉല്ലേഖ ഗായകനെന്നും അദ്ദേഹത്തെ വിശേഷണങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ഉള്ളൂർ സ്വദേശി സുബ്രഹ്മണ്യയ്യരുടെയും പെരുന്ന താമരശ്ശേരി ഇല്ലത്ത് ഭഗവതി അമ്മയുടെയും മകനായി 1877 ജൂൺ 6-ാം തീയതി പരമേശ്വരയ്യർ ജനിച്ചു. 16-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരം ഫോർത്ത് ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. തുടർന്ന് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ചേർന്ന് പിന്നീട് തത്വശാസ്ത്രത്തിൽ 1-ാം ക്ലാസ്സോടെ BA ബിരുദം നേടി. കുടുംബ പ്രാരബ്ധങ്ങൾ കാരണം സർക്കാർ സർവീസിൽ പ്രവേശിച്ച് അദ്ദേഹം ജോലി തുടർന്നു. വിവിധ വകുപ്പുകളിൽ അദ്ദേഹം ജോലി ചെയ്തു. കാര്യക്ഷമത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും പടിപടിയായി ഉയർന്ന് അദ്ദേഹം തിരുവിതാംകൂർ സർക്കാരിൻ്റെ ആക്ടിംഗ് ചീഫ് സെക്രട്ടറി പദം വരെ അദ്ദേഹം അലങ്കരിച്ചു. ഇക്കാലയളവിൽ പ്രൈവറ്റായി നിയമബിരുദവും നേടി. തൻ്റെ ആരാധ്യപുരുഷനായിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ നിർദ്ദേശമനുസരിച്ച് മലയാളവും തമിഴും പ്രധാന വിഷയങ്ങളായി എടുത്ത് MA ബിരുദവും നേടി. ഉള്ളൂരിൻ്റെ പ്രധാന കൃതികൾ: ഉമാകേരളം മഹാകാവ്യം, കർണഭൂഷണം, പിങ്കള, ചിത്രശാല, ഭക്തിദീപിക ഖണ്ഡകാവ്യങ്ങൾ, താരഹാരം, കിരണാവലി, മണിമഞ്ജുഷ, അമൃതധാര, കൽപ്പശാഖി, രത്നമാല, തരംഗിണി കവിതാ സമാഹാരങ്ങൾ, അമ്പ നാടകം, വിജ്ഞാനദീപിക ഗവേഷണ പ്രബന്ധം, കേരള സാഹിത്യ ചരിത്രം. കേരള സാഹിത്യ ചരിത്രം ഭാഷയ്ക്ക് ലഭിച്ചിട്ടുള്ള അമൂല്യമായൊരു നിധിയാണ്. ഉള്ളൂരിൻ്റെ അഗാധവും വിശാലവുമായ പാണ്ഡിത്യത്തിൻ്റെ ഫലമായി കൈരളിക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു അമൂല്യ നിധിയാണ് ഉമാകേരളം മഹാകാവ്യം. ഇത്ര വളരെ ആശയങ്ങളും വിചിത്ര കൽപ്പനകളും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥം കൃഷ്ണഗാഥയ്ക്ക് ശേഷം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കേരള കാളിദാസൻ അഭിപ്രായപ്പെട്ടത് വെറുതെയല്ല. ഉള്ളൂരിൻ്റെ കവിതകളെ സമഗ്രമായി പരിശോധിക്കുമ്പോൾ അവ വിചാരങ്ങളുടെ സമഞ്ജസമായൊരു കൂടിച്ചേരലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വികാരങ്ങളുടെ സുരബല സുമങ്ങൾ മാത്രമല്ല, വിചാരത്തിൻ്റെ സുമധുര ഫലങ്ങളും അദ്ദേഹത്തിൻ്റെ കാവ്യശാഖയിൽ പൂത്തുലഞ്ഞു നിന്നിട്ടുണ്ട്. ഇനി ഉള്ളൂരിൻ്റെ ഉമാകേരളത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഉള്ളൂരിൻ്റെ പ്രകൃതി വർണ്ണന അതിമനോഹരമാണ്. ഉമാകേരളത്തിൽ അദ്ദേഹം സഖ്യനെ വർണ്ണിക്കുന്ന ഭാഗം നമുക്ക് കേട്ടുനോക്കാം. ശ്രീകേറ്റലാസ്യപദമായി ഭുവി സഖ്യമാകു അക്കേളി പൂണ്ട മലയുണ്ട് വിളങ്ങിടുന്നു. ഇക്കേരളാഖ്യ വിഷയത്തിനു നേർകിഴക്കായി ഊക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ. സഖ്യനെ എത്ര പ്രകൃതി കെട്ടിയ കോട്ട പോലെ എന്ന് അദ്ദേഹം എത്ര മനോഹരമായാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ഉള്ളൂരിൻ്റെ സ്വരാജ്യ സ്നേഹത്തിന് ഉത്തമ ഉദാഹരണമാണ് താഴെ പറയുന്ന വരികൾ എന്ന് നമുക്ക് കേൾക്കാം. അടിയനിനിയുമുണ്ടാം ജന്മമെന്നാലതെല്ലാം
അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. അടിമലരിണ വേണം താങ്ങുവാൻ മറ്റൊരേടത്തടിയുവത് ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം. അദ്ദേഹത്തിൻ്റെ അഭിലാഷം, തനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ മലയാള മണ്ണിൽ തന്നെ ആയിരിക്കണം എന്നുള്ള അഭിവാഞ്ച ഏതൊരു സാറിനെയും ഏതൊരു ആസ്വാദകനെയും രോമാഞ്ചം കൊള്ളിക്കുന്നതാണ്. അജംബിതങ്ങളായ ആശയങ്ങളും അത്യന്ത മനോഹരങ്ങളായ അലങ്കാരങ്ങളും പ്രയോഗിക്കുന്നതിൽ അനിതര സാധാരണമായ പാടവം ഉള്ളൂരിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രേമസംഗീതം എന്ന കവിതയ്ക്ക് സമശീർഷമായ ഒരു കവിത മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരം പ്രേമം അതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗതയാദിവപുസ്സ പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിലെന്ന കുമാരനാശാൻ്റെ വരികൾ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും തത്തിക്കളിക്കുന്നുണ്ട്. ഈ സ്നേഹത്തെ, ഈ പ്രേമചൈതന്യത്തെ ഒന്നുകൂടി വാഴ്ത്തിപ്പാടുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് സ്നേഹം, പ്രേമം എന്ന് കവി ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്കടുത്ത വരി ശ്രദ്ധിക്കാം. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവത് നാഗം നരകവും അതുപോലെ. മനവും മിഴിയും നാവും കരവും മണ്ണിൻ മാലകലാൻ മഹാനുകമ്പ മസൃണിതമാക്കും മാനുഷർ ദേവന്മാർ. ഈ ഭൂമിയെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും മനുഷ്യന്മാർ തന്നെയാണെന്ന് കവി ഉറപ്പിച്ച് പറയുന്നു. സത്പ്രവർത്തി കൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗവും ദുഷ്പ്രവർത്തി കൊണ്ട് ഈ ഭൂമിയിൽ നരകവും സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുമെന്ന് കവി ഉറച്ചു വിശ്വസിക്കുന്നു. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽക്കുന്ന സഹോദരങ്ങളെ കാണാതെ കാണിക്കയുമായി ദേവാലയങ്ങൾ തോടും അദൃശ്യനായ ഈശ്വരനെ തേടി അലയുന്നവരെ കവി കണക്കറ്റ് പരിഹസിക്കുകയാണ് ഈ വരികളിലൂടെ ചെയ്യുന്നത്. തനിക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളെ സഹായിക്കുന്നതാണ് ഏറ്റവും ഈശ്വരനെ ദർശിക്കാനുള്ള, ഈശ്വര ചൈതന്യം സാക്ഷാത്കരിക്കാനുള്ള മാർഗമെന്ന് കവി ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി കവി പരോപകാരത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്ക് കേൾക്കാം. ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളി പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് പരോപകാരമാണ് എന്ന് കവി ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വിദ്യയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് കവി പറയുന്നത് കേൾക്കാം. വിത്തമെന്തിനുമർത്യർക്ക് വിദ്യ കൈവശമാകുകിൽ, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ. വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ, ആയുധം കയ്യിലില്ലത്തോൻ അടരാടുന്നതെങ്ങിനെ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്ന, മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തിയാണ് വിദ്യ. വിദ്യയാണ് ഏറ്റവും വലിയ മഹാധനമെന്ന് കവി ആഗ്രഹിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി നമുക്ക് തരങ്കിണി എന്ന കവിതാസമാഹാരത്തിലെ തുമ്പപ്പൂവ് എന്ന കവിതയിൽ കവി ഇങ്ങനെ പറയുന്നു. ഉണ്ടോ ഗുണം കൊൾവിനതൊന്നു മാത്രം, ഉൽപ്പത്തിയും വംശവും ആരു കണ്ടു. ആഢ്യൻ മുതൽ അന്ത്യജനോളമാർക്കും പെറ്റമ്മ ഭൂദേവി പിതാവ് ദൈവം. നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് അയാൾ ഏത് ജാതിയിൽ, ഏത് കുലത്തിൽ, ഏത് വംശത്തിൽ പിറന്നു നോക്കിയിട്ടല്ലെന്ന് കവി പറയുന്നു.
നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് അയാളുടെ സർവ്വഗുണഗണങ്ങളെയും പരിഗണിച്ചായിരിക്കണമെന്ന് കവി പറയുകയാണ്. നമുക്കറിയാം, രാമായണമെഴുതിയ ആദ്യ കവിയായ വാൽമീകി, മഹാഭാരതമെഴുതിയ വേദവ്യാസനും, ഭരണഘടനാശില്പിയായ ഡോക്ടർ അംബേദ്കറുമൊക്കെ അവർ ജനിച്ചത് വളരെ പിന്നോക്ക സമുദായങ്ങളിലായിരുന്നെങ്കിലും അവർ ലോകത്തിന് നൽകിയ സംഭാവനകൾ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ വ്യക്തിയെയും അവരുടെ ഗുണഗണങ്ങളെ അനുസരിച്ച് പരിഗണിക്കണമെന്നും മതസ്പർദ്ധയും ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ള കലഹങ്ങളും അനാവശ്യമാണെന്നും കവി ഈ വരിയിലൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. പദ്യത്തിൽ എന്ന പോലെ ഗദ്യത്തിലും മഹത്തായൊരു സ്ഥാനം ഉള്ളൂരിനുണ്ടായിരുന്നു. ഗംഗാപ്രവാഹം പോലെ അനർഗളം നിർഗമിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിൻ്റെ സൗന്ദര്യവും ശൈലിയും ഒന്ന് വേറെ തന്നെയാണ്. ജീവചരിത്രം, സാഹിത്യം, മറ്റ് സാഹിത്യ ഉപവിഭാഗങ്ങളിൽപ്പെട്ട സകല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നമുക്കറിയാം, ഉള്ളൂരിൻ്റെ രചനകൾ എല്ലാം നമ്മുടെ സാഹിത്യത്തിൽ വളരെ മഹത്തായ സ്ഥാനമുള്ളവയാണ് എന്ന് ഓരോ സാക്ഷരൻ്റെയും ഓരോ മലയാളിയുടെയും ഹൃദയത്തിലവ വളരെയധികം താഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഉള്ളൂർ കൽപ്പശാഖി എന്ന കവിതയിൽ അങ്ങനെ അദ്ദേഹം ഓരോ സഹൃദയനും ഓരോ മനുഷ്യനും നൽകുന്ന ഒരു സന്ദേശമുണ്ട്. കൽപ്പശാഖി എന്ന കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: തലയെത്രയ്ക്കുയർന്നാലും തറയിൽ കാലുറയ്ക്കണം, വൃക്ഷമെത്ര വളർന്നാലും വേരറ്റാൽ വീണു തന്നെ പോവും. അദ്ദേഹം മനുഷ്യന് നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു സന്ദേശം കൂടിയാണിത്. മലയാള ബാല്യം എക്കാലത്തും നെഞ്ചിലേറ്റിയ ഏറ്റുപാടിയ കാക്കേ കാക്കേ കൂടെവിടെ, പ്രാവേ പ്രാവേ പോകരുതേ എന്നു തുടങ്ങിയ കവിതകൾ പണ്ഡിതവരേണ്യനായ ഉള്ളൂരിൻ്റെ തൂലികയിൽ പിറന്നതാണെന്നറിയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നിയേക്കാം. കവിതിലകൻ, മഹാകവി, സാഹിത്യഭൂഷൺ, റാവു സാഹിബ് തുടങ്ങിയ ഒട്ടനവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മലയാള ഭാഷയ്ക്ക് വേണ്ടി അരനൂറ്റാണ്ടിലധികം സേവനങ്ങൾ ചെയ്ത് നമ്മുടെ സാഹിത്യത്തെ പരിപോഷിപ്പിക്കുകയും കവിതയിലായാലും ഗവേഷണ രംഗത്ത് പ്രബന്ധങ്ങളിലായാലും സാഹിത്യ ചരിത്ര നിർമ്മിതിയിലായാലും മലയാള ഭാഷാ സാഹിത്യ ലോകത്ത് ഒരു മുടിചൂടാ മന്നനായി അദ്ദേഹം പ്രശോഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ മഹാകവി പ്രശോഭിക്കുകയും ചെയ്ത ആ മഹാകവി 1949 ജൂൺ 15 കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മലയാള സാഹിത്യത്തിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവികളിൽ ഒരാൾ കൂടിയായിരുന്നു ഉള്ളൂരെന്ന് നമുക്കറിയാം. കാലം എത്ര കഴിഞ്ഞാലും കൈരളിയും കേരളവും മലയാള ഭാഷാ സാഹിത്യവുമുള്ള കാലത്തോളം ഓരോ സഹൃദയൻ്റെയും മനസ്സിൽ ഒരു കിടാവിളക്കായി, ഒരു ശുക്രനക്ഷത്രമായി അദ്ദേഹം പ്രശോഭിക്കും എന്ന കാര്യം സുനിശ്ചിതമാണ്. മലയാള ഭാഷയ്ക്ക് വേണ്ടി ഇത്രയധികം സേവനങ്ങൾ ചെയ്ത ആ മഹാത്മാവിനെ നമുക്ക് സ്മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം കൂടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഇനി കൃതികൾ എന്ന ഈ പങ്ക്തിയിൽ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് മലയാളത്തിലെ പ്രിയങ്കരിയായ കവയിത്രി സുഗതകുമാരി ടീച്ചറിനെ കുറിച്ചാണ്. നന്ദി, നമസ്കാരം.